ഹലോ ഗായ്സ്, വെൽക്കം ടു ഇറ്റ്സ് മീ വിസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നെയിൽ ആർട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഈ നെയിൽ ആർട്ട് കണ്ടിട്ട് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായി, യൂട്യൂബിലല്ല കേട്ടോ, നേരിട്ട് ചോദിച്ചിട്ടുണ്ടായി എങ്ങനെയാണ് ഇത് ചെയ്തതെന്നൊക്കെ. ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്, നമുക്ക് 5 മിനിറ്റ് കൊണ്ട് വീട്ടിൽ തന്നെ ഈ നെയിൽ ആർട്ട് ചെയ്തെടുക്കാം. എങ്ങനെ നോക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നെയിൽ ഈ ആൽക്കഹോൾ വൈപ്സ് ആ സാധനം വെച്ചിട്ട് നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് ഞാനിങ്ങനെ റിമൂവ് ചെയ്ത് കളയാണ്. ഇത് കുറച്ചുകൂടി കൺവീനിയൻറ്റാണ് ഈ പാഡ് വെച്ച് റിമൂവ് ചെയ്യാൻ, അതാകുമ്പോൾ വേഗം കഴിയും. മറ്റേ നെയിൽ പോളിഷ് റിമൂവർ എടുത്ത് കോട്ടൺ എടുത്ത് റിമൂവ് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും കൺവീനിയൻ്റ് ആയിട്ട് തോന്നി എനിക്കിതാ. അപ്പോൾ ഞാൻ 5 വിരലിൻ്റെയും നെയിൽ പോളിഷ് റിമൂവ് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കുറച്ച് ടൂൾസ് എടുത്തിട്ട് എൻ്റെ നെയിൽസ് ഒന്ന് ഫയൽ ചെയ്ത് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ബഫർ ഉണ്ട്, ഫയലർ ഉണ്ട്, എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ നെയിൽസ് ഒന്നും കൂടി ഷോർട്ട് ചെയ്യുന്നുണ്ട്, ട്രിം ആക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും വലിയ നെയിൽസിനോട് താല്പര്യമില്ല, എൻ്റെ നെയിൽസ് എപ്പോഴും കുഞ്ഞായിട്ട് വെക്കുന്നത് എനിക്കിഷ്ടം. പിന്നെ ബഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ക്യൂട്ടിക്കൽ പുഷറാണ്. ക്യൂട്ടിക്കൽ പുഷർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യൂട്ടിക്കൽസ് ഒക്കെ പുഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ നെയിൽസ് ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആണ്. അങ്ങനെ ഞാൻ എല്ലാം ചെയ്തിട്ട് നെയിൽസ് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നെയിൽസിൻ്റെ ക്യൂട്ടിക്കൽസിന് ചുറ്റും ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത്, എൻ്റെ കയ്യിൽ ഓയിൽ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തത്. നമുക്ക് ഹെൽത്തി ആയിട്ട് നെയിൽസ് വളരണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ടിപ്സൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ യൂസ് ചെയ്ത നെയിൽ പോളിഷ് എന്ന് പറഞ്ഞത് ഈ ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഒരു ബ്ലൂ ന്യൂഡ് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ്. പിന്നെ ഈ ഒരു ഷിമർ ഷെയ്ഡാണ്. അത് കൂടാണ് ഞാൻ ഈ ഒരു കോഫി കൈൻഡ് ഓഫ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഒരു ന്യൂഡ് കോഫി ഷെയ്ഡ്. എനിക്ക് എല്ലാത്തിനും ഷെയ്ഡൊന്നും അറിയില്ല കേട്ടോ, ഇതൊക്കെ പല പല ബ്രാൻഡിൻ്റെയാണ്. പിന്നെ ഒരു ക്ലിയർ പോളിഷും. അപ്പോൾ ഇത്രയും നെയിൽ പോളിഷ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് നെയിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ കയ്യിൽ ബേസ് കോട്ട് അടിച്ചു കൊടുത്തു. ഞാൻ എൻ്റെ 4 വിരലിൽ എന്ന് വെച്ചാൽ നമ്മുടെ റിംഗ് ഫിംഗർ ഒഴിച്ച് ബാക്കി 4 വിരലിലും ഈ ഒരു ന്യൂഡ് ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. അത് കൂടാണ്ട് നമ്മുടെ റിംഗ് ഫിംഗറിൽ തെറ്റത്ത് മാത്രം ഞാൻ ഒരു ഫ്രഞ്ച് നെയിൽ പോലെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഫസ്റ്റ് 4 വിരലിലും ചെയ്തു. അത് കഴിഞ്ഞിട്ട് റിംഗ് ഫിംഗറിൽ ഞാൻ വൈറ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. വൈറ്റ് ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ആ ഷെയ്ഡ് വെച്ച് വൈറ്റായിട്ട് ഒപ്പിച്ചു. റിംഗ് ഫിംഗറിൽ ഞാൻ ഫ്രഞ്ച് നെയിൽസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 ഫിംഗറും ഫിനിഷ് ആയതിനു ശേഷം ഞാൻ ഒന്നും കൂടി ഒരു സെക്കൻഡ് ലെയർ പോലെ അതേ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കോട്ടെങ്കിലും മിനിമം അപ്ലൈ ചെയ്യണം, എന്നാലേ അത് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിക്കും കുറച്ചുകൂടി ദിവസം അത് കയ്യിൽ നിൽക്കും. ഈ ഒരു നെയിലായിട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ കയ്യിൽ ഞാൻ പാത്രമൊക്കെ കഴുകാറുണ്ട്. പാത്രമൊക്കെ കഴുകിയിട്ടും എൻ്റെ കയ്യിലൊരു 5 to 7 days വരെ നിന്നിട്ടുണ്ടായി. ഒരു 7 ദിവസം വരെ നല്ല കൂളായിട്ട് കയ്യിൽ നിന്നിട്ടുണ്ടായി. നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കിട്ടില്ല നെയിലായിട്ടാണ്. നമുക്ക് സലൂണിൽ പോയിട്ട് പൈസ കളയണ്ട, വേഗം വീട്ടിൽ തന്നെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിൽ മെയിൻ സാധനമാണ് ഈ നെയിൽ സ്റ്റിക്കേഴ്സ്. ഈ നെയിൽ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ ബ്യൂട്ടിഫുൾ നെയിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് 5 പാക്കാണ്. ഞാൻ മീഷോന്നാണ് വാങ്ങിയത്. 5 എണ്ണത്തിനും കൂടി 90 രൂപ, അറൗണ്ട് 100 അത്രേ ആയിട്ടുള്ളൂ. പക്ഷേ ഇതിൽ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്, നമുക്ക് പല പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനപ്പം ഈ റോസ് ഫ്ലവറിൻ്റെ ഈ ഡിസൈനാണ് ഞാൻ ചൂസ് ചെയ്തത്. ഞാനത് ഫസ്റ്റ് ഒരു പാറ്റേൺ എടുത്തിട്ട് എൻ്റെ തമ്പിൽ ഒട്ടിച്ചു കൊടുത്തു. ഞാൻ എങ്ങനെയൊക്കെ ഒട്ടിക്കണ്ടെന്നൊന്നും പ്ലാൻ ചെയ്യുന്നൊന്നുമില്ല. അപ്പം എനിക്ക് എങ്ങനെയാണോ റാൻഡമായിട്ട് ഐഡിയ തോന്നിയത് അതുപോലെ ഞാൻ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്തേ. അതുപോലെ തന്നെ എല്ലാ ഫിംഗേഴ്സിനും അപ്രോപ്രിയേറ്റ് ആയ ഓരോ സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ഞാൻ എൻ്റെ 5 ഫിംഗറും കംപ്ലീറ്റ് ചെയ്യുക ചെയ്തത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെയ്ത് പെർഫെക്ഷൻ ആവും. അപ്പം നല്ല രസമുണ്ടാവും. പെട്ടെന്ന് കണ്ടാൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് നെയിൽ പോളിഷ് ഇട്ട ഫീലൊന്നും വരുമൊന്നുമില്ല. പിന്നെ അതേപോലെ ഞാൻ ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ തെറ്റത്തായിട്ട് ഈ ഒരു ഷിമർ ഷെയ്ഡും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ലൈനിങ് പോലെ. അത് ആ നെയിൽ പോളിഷിനെ വല്ലാണ്ട് അങ്ങ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു കോട്ട് കൂടി കൊടുത്തപ്പം. അങ്ങനെ അതുപോലെ ഞാൻ എല്ലാ ഫിംഗറും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയിൽ സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയിൽ സ്റ്റിക്കേഴ്സ് അങ്ങനെ ഹാംഫുൾ ഒന്നും അല്ല കേട്ടോ. നമ്മൾ പറിച്ചു വരുമ്പോൾ നഖത്തിനൊന്നും ഡാമേജ് ഒന്നുമില്ല. കാരണം നമ്മൾ നെയിൽ പോളിഷ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒട്ടിക്കുന്നതിനെ കൊണ്ട് നമ്മൾ സലൂണിൽ ചെയ്യുന്ന ജെൽ പോളിഷ് അല്ലെങ്കിൽ എക്സ്റ്റൻഷനൊക്കെ ചെയ്യുമ്പം നമ്മളെ നെയിലിൻ്റെ ഇനാമൽ കോട്ടിങ്ങിനെ വല്ലാണ്ട് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് അങ്ങനത്തെ ഒന്നുമില്ല. സാധാ നെയിൽ പോളിഷ് ഇടിക്കുന്നു, അതിൻ്റെ മേലെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നു, എന്നാൽ കാണാൻ ലുക്കും ഉണ്ട്. പെട്ടെന്ന് നമുക്ക് കയ്യിലൊതുങ്ങുന്ന പൈസയിൽ കാര്യം ചെയ്യുകയും ചെയ്യാം. കാരണം എന്താ വെച്ചാൽ എല്ലാ പ്രാവശ്യമൊന്നും നമുക്ക് ഫംഗ്ഷന് പോകുമ്പം 2000 3000 പ്ലസ് ഒന്നും കൊടുത്തിട്ട് നമുക്കിത് ചെയ്യാൻ അഫോർഡബിൾ ആയിട്ട് ഉണ്ടാവണം എന്നില്ല. ആ ടൈമിൽ നമുക്കൊരു 10-15 മിനിറ്റ് സമയം വീട്ടിലുണ്ടെങ്കിൽ സുഖമായിട്ട് കൈ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അങ്ങനെ ഞാൻ 4 വിരലിലും ഒട്ടിച്ച് കഴിഞ്ഞു. 4 വിരലിലും ഞാനൊരു ഗോൾഡൻ ബ്ലാക്ക് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ലാസ്റ്റത്തെ അല്ല, റിംഗ് ഫിംഗറിലേക്ക് ഞാൻ ഫുള്ളി ബ്ലാക്ക് റോസാണ് ഒട്ടിച്ചേക്കുന്നത്. അത് കുറച്ചുകൂടി എലഗൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം മൊത്തത്തിൽ ആ നെയിൽസിൻ്റെ ലുക്ക് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം ഞാൻ ഇത്രയും രസം ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. ആൻഡ് വൺ മോർ തിങ്, ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ഫസ്റ്റ് ട്രൈ തന്നെ ഞാൻ ഇത്ര വൃത്തിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് 3-4 പ്രാവശ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലോണം ചെയ്യാൻ പറ്റും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്, നെയിൽ പോളിഷൊക്കെ ക്രേസ് ഉള്ള ആൾക്കാർ. അത് കൂടാണ്ട് ഞാനിത് ഒട്ടിച്ചതിന് ശേഷം നെയിൽസിൻ്റെ മേലെ ക്ലിയർ ജെല്ലും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ മിസ്സായിപ്പോയി. അതും കൂടി അടിച്ചു കൊടുത്താൽ
പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെയിൽ ആർട്ട് വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അത്രയേ ഉള്ളൂ. ബൈ ബൈ.